നമ്മളിന്ന് കണ്ണനല്ലൂർ ഇടവകയുടെ ഭാഗമായി ഈ കുരിശടിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് കൊടികയറ്റി ആരംഭം കുറിച്ചിരിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മരണം വരെ വിശ്വസ്തനായിരിക്കുക, നിനക്ക് ജീവൻ്റെ കിരീടം ഞാൻ നൽകും. മരണം വരെ വിശ്വസ്തത പാലിച്ച് ജീവൻ്റെ കിരീടം എപ്രകാരം സ്വായത്തമാക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച് കടന്നുപോയ ഒരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞാനും നിങ്ങളും. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്. എല്ലാ വർഷവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവചരിത്രം പ്രസംഗത്തിലൂടെയും വായനകളിലൂടെയുമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. മേരി ജോണച്ചൻ എന്നോട് ഇന്ന് വചന സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിതാണ്: എപ്രകാരമായാണ് ഈ സമൂഹത്തിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് പറയുക എന്ന്. അപ്പോഴെൻ്റെ മനസ്സിൽ ആദ്യം ഉദിച്ച ചിന്ത, ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ക്രിസ്തു ശിഷ്യന്മാരും 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സെബസ്ത്യാനോസും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒരുപക്ഷെ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒരുപക്ഷെ പത്രോസിൻ്റെ പേര് പറയും എന്ന്. അല്ലേ? പത്രോസിൻ്റെ പേര് പറയുമോ? എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെ ഒത്തിരി സാമ്യമുള്ള ഒരു വ്യക്തിയാണ് പത്രോസ്. അപ്പോൾ പത്രോസും സെബസ്ത്യാനോസും തമ്മിൽ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് സാമ്യതയുള്ളതായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പത്രോസിനെക്കുറിച്ചും സെബസ്ത്യാനോസിനെക്കുറിച്ചുമുള്ള ഈ സാമ്യതകളെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ ജ്ഞാനമോ പൗലോസിൻ്റെ അറിവോ ഒന്നുമില്ലെങ്കിലും 12 പേരിൽ ക്രിസ്തു തിരഞ്ഞെടുത്തത് പത്രോസിനെയാണ്. അതിന് കാരണം പത്രോസ് ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. നിഷ്കളങ്കതയും അലിവും ആർദ്രതയുമൊക്കെ ചേർന്ന് ക്രിസ്തുവിൻ്റെ കൂടാരത്തിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിയാണ് പത്രോസ്. ഒരുപക്ഷെ മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒക്കെയുള്ള സ്വഭാവ സവിശേഷതകൾ പത്രോസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കർത്താവിനറിയാം, ബുദ്ധിശാലിയോ തന്ത്രജ്ഞരോ അല്ല ക്രിസ്തുവിൻ്റെ സഭയുടെ താക്കോലേൽപ്പിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ബുദ്ധിമാനെയാണ് ക്രിസ്തു തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു യോഹന്നാനെയാണ് ആ പണി ഏൽപ്പിക്കേണ്ടത്. പക്ഷേ ക്രിസ്തു യോഹന്നാനെ അല്ല ആ പണി ഏൽപ്പിച്ചത്, പത്രോസിനെയാണ്. പിന്നീട് നമുക്കറിയാം, സഭയിൽ പലപ്പോഴും ഈ താക്കോലെടുത്ത് തന്ത്രശാലികളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ സഭ ഒരു പ്രാക്ടിക്കൽ സഭയായി ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്ന് മാറി സഞ്ചരിച്ചുവോ എന്ന ഒരു സംശയവും എനിക്കുണ്ട്. പത്രോസിനെക്കുറിച്ച് ഒരു പഴയ ഇറ്റാലിയൻ നാടകമുണ്ട്. ആ നാടകത്തിൽ പത്രോസിൻ്റെ മരണം അല്ലെങ്കിൽ പത്രോസിൻ്റെ വധശിക്ഷ കണ്ടുകൊണ്ട് നിന്ന ഒരു റോമൻ പൗരൻ വിളിച്ചു പറയുകയാണ്: ഫോർത്തിസ് ചേതരെ ചേതരെ നോൺ പോത്തസ്റ്റ്. അതായത് ധീരന്മാർ വീഴും, പക്ഷേ വഴങ്ങുകയില്ല. ധീരന്മാർ വീഴും, പക്ഷേ വഴങ്ങുകയില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്തിടത്തൊക്കെ വഴങ്ങി വീഴാതിരിക്കുവാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഒരു പരിധിവരെ ഞാനും നിങ്ങളും. അപ്പോൾ പത്രോസ് ധീരനായി ജീവിച്ചു. ധീരനായി അദ്ദേഹം വീണിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം വഴങ്ങിയിട്ടില്ല. വിശുദ്ധ സെബസ്ത്യാനോസും അപ്രകാരം തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ
അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. ആ മുഖത്തിൽ ജ്യോതിസച്ചൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പടത്തലവൻ ആകാനായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ സർവ്വസൈന്യാധിപൻ ആകുന്നതിനുള്ള ഒരു ഉറപ്പ് വരെ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അദ്ദേഹം അതിലൊന്നും വീണിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമ്മളൊക്കെ ഇതിൻ്റെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീഴുന്ന മനുഷ്യരായി ഇന്ന് നമ്മൾ ഉണ്ടെങ്കിൽ, പത്രോസിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും ഒക്കെ ആർജവവും ആർദ്രതയും ആദർശവുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹത്തിൻ്റെ ഒരു ധൈര്യമുണ്ട്, ആഴമാർന്ന സ്നേഹം നൽകുന്ന നിർഭയത്വമുണ്ട്. സ്നേഹത്തിന് വലിയ ശക്തിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി അമ്മയുമായിട്ട് കിണറ്റിൻ്റെ കരയിൽ നിൽക്കുകയാണെങ്കിൽ, കൊച്ചുകുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് പോവുകയാണ്. ആഴമുള്ള കിണറാണെങ്കിലും അമ്മ കൂടെ എടുത്ത് ചാടും. അസാധാരണമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വിവേകമുള്ള സ്നേഹമല്ല, ആർദ്രതയും അനുകമ്പവുമുള്ള സ്നേഹമാണ് അമ്മയ്ക്ക് ഉള്ളത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ബലഹീനരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പത്രോസിൻ്റെ സ്നേഹത്തിന് ഈ ആഴമുണ്ടായിരുന്നു എന്ന്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നത് എവിടെയാണ്? അപ്പോൾ എവിടെയാണ് വെച്ചാൽ പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ സ്ഥലം ഓർമ്മയുണ്ടോ? ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. കെസറിയ ഫിലിപ്പി. ഇനി ഈ കെസറിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് സീസറിൻ്റെ അതിപ്രബലമായ ഒരു വലിയ സ്റ്റാച്യു, രൂപമുണ്ട്. സീസറിനെ ദൈവമായി ആരാധിക്കാൻ വേണ്ടി ആളുകൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ഈ അവസരത്തിലാണ് ക്രിസ്തു കെസറിയ ഫിലിപ്പിയിലെത്തുന്നത്. ഒരു കൂട്ടം ആൾക്കാർ സീസറിൻ്റെ ശക്തിക്ക് മുന്നിൽ, അല്ലെങ്കിൽ സീസറിൻ്റെ പ്രമാണിത്വത്തിനു മുമ്പിൽ കീഴടങ്ങുമ്പോൾ, ദൈവമെന്ന് ആരാധിക്കുമ്പോൾ, ഒരു തച്ചൻ്റെ മകനെ ഏറ്റുപറയുകയാണ് പത്രോസ് കെസറിയ ഫിലിപ്പിയിൽ വെച്ച്. അതാണ് പത്രോസിനെ പത്രോസാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടാലും ഒറ്റയ്ക്ക് നിൽക്കുവാനുള്ള ആർജവത്വം, ആ ധൈര്യം കിട്ടണമെങ്കിൽ ദൈവം കൂടെയുണ്ട് എന്നുള്ള അവബോധമുണ്ടായിരിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസ് ഒറ്റപ്പെട്ടപ്പോഴ, താൻ മാത്രം ആയി മാറിയപ്പോഴ, ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിച്ചതുകൊണ്ട് എല്ലാവരും മാറ്റി നിർത്തിപ്പെട്ടപ്പോഴ അദ്ദേഹം ധൈര്യമായി അവിടെ നിന്നതിന് അദ്ദേഹത്തിന് ദൈവത്തോടുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തന്നെയായിരുന്നു. ദൈവം കൂടെയുള്ള മനുഷ്യൻ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമുള്ള മനുഷ്യന്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, സഹനകാലത്ത് നിങ്ങളുടെ ദൈവം എവിടെയാണെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം, സഹനകാലത്ത് നമ്മളോടൊത്ത് സഹിക്കുന്ന ദൈവമായി അവൻ കൂടെയുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സഹനകാലങ്ങളിൽ, വേദനയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഈശ്വരനെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ ആ ഉറപ്പിൻ്റെ മേൽ അദ്ദേഹം ചാരി നിന്നു എന്നാണ് പറയുന്നത്. പാരമ്പര്യമനുസരിച്ച് പത്രോസ് ആഫിയൻ പാതയിലൂടെ നീറോ ചക്രവർത്തിയിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി കമ്പനാനയിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ തനിക്കെതിരായി കുരിശും വഹിച്ചു കൊണ്ടുവരുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പത്രോസിനോട് ക്രിസ്തു ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു എന്ന്. അപ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ പത്രോസ് വീണ്ടും തിരിച്ച് റോമിലേക്ക് പോവുകയാണ്, തൻ്റെ വധശിക്ഷ ഏറ്റ് വാങ്ങുന്നതിന് വേണ്ടി. പത്രോസ് അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. പത്രോസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ ജീവിതം അവിടെ പത്രോസ് തുടങ്ങുകയാണ്. താൻ ക്രിസ്തുവിൽ നിന്ന് തൻ്റെ സ്വന്തം ജീവനു വേണ്ടി ഓടിപ്പോകാൻ പരിശ്രമിച്ചപ്പോൾ തനിക്കെതിരായി തൻ്റെ മുന്നിലേക്ക് ക്രിസ്തു കുരിശുമായി വീണ്ടും മരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് സാധിച്ചില്ല. പത്രോസ് ഈശോയെ നോക്കി കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു. വിശുദ്ധ പോളികാർപ്പ് ഇത് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അനുതാപത്തിൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി പത്രോസിൻ്റെ കവിൾത്തടങ്ങളിൽ ചാലു വീണു എന്നാണ്. അത്രയേറെ പത്രോസിന്
പത്രോസിന് രൂപാന്തരം സംഭവിച്ചു. പത്രോസ് ഈശോയെ സ്നേഹിച്ചു. ആ കരച്ചിലൂടെ ഈശോയെ ഏറ്റുപറഞ്ഞു. പത്രോസ് 1 വർഷക്കാലം മാമോർട്ടിൻ എന്ന് പറയുന്ന ജയിലിൽ കിടക്കുകയായിരുന്നു. ഈ ജയിലിൽ പത്രോസ് ആയിരുന്നപ്പോൾ പത്രോസ് അധികം സുവിശേഷമൊന്നും പ്രസംഗിച്ചില്ല. പക്ഷെ തൻ്റെ ജീവിതം കൊണ്ട് പത്രോസ് ആ ജയിൽ പുള്ളികളെ ക്രിസ്തുവിനെ വരച്ചു കാട്ടി. അങ്ങനെ ആ ജയിലിലുണ്ടായിരുന്ന 90% ജയിൽ പുള്ളികളും മാനസാന്തരപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസും ജയിലറകളിൽ അല്ലെങ്കിൽ ജയിൽ ഗാർഡ് ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരുപക്ഷെ സുവിശേഷം പ്രഘോഷിച്ചില്ല എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച ഒത്തിരിയേറെ ആൾക്കാർ അവരുടെ നമ്പർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒത്തിരിയേറെ ആൾക്കാർ ഈശോയെ സ്വീകരിക്കുന്നതിന് കടന്നു വന്നു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രഘോഷണം വഴിയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിയായിരുന്നു അദ്ദേഹം ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്. മാത്രമല്ല, ഒട്ടനവധി അത്ഭുതങ്ങൾ, വിശുദ്ധ സെബസ്ത്യാനോസ് ചെയ്ത അത്ഭുതങ്ങളുടെ കണക്കുകൾ കൃത്യമായി ആരും പറയുന്നില്ല. അത്രയ്ക്ക് അത്ഭുതങ്ങൾ ആ ജയിലറകളിൽ അദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ ആൾക്കാർ മാനസാന്തരപ്പെട്ട് ഈശോയിൽ വിശ്വസിച്ചത്. പത്രോസും തൻ്റെ മാനസാന്തരത്തിനു ശേഷം പത്രോസ് ചെയ്ത അത്ഭുതങ്ങൾക്കും കയ്യും കണക്കുമില്ല. എത്രയാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസും കൂട്ടരും നടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും തങ്ങളുടെ മേൽ വീഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രോഗികളെ കൊണ്ട് ആളുകൾ റോഡിൽ കിടത്തുമായിരുന്നു എന്ന്. പത്രോസിൻ്റെ നിഴലിൻ്റെ സ്പർശനത്തിന് പോലും ഈശോയെ നൽകുവാനായിട്ട്, സൗഖ്യം നൽകുവാനായിട്ട് സാധിച്ചു. അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസും തൻ്റെ ജീവിത രീതി കൊണ്ട് ക്രിസ്തുവിൻ്റെ സൗഖ്യം നൽകി അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ പ്രഘോഷണങ്ങളെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തെയാണ് മറ്റുള്ളവർ നോക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗ സമയത്ത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അവസാനത്തെ സന്ദേശം ഇതാ: എൻ്റെ കുഞ്ഞുമക്കളെ, ഞാനിനി കുറച്ച് നാൾ കൂടെ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന തരുന്നു. കൽപ്പന ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന്. അപ്പോൾ ക്രിസ്തു ശിഷ്യരെ തിരിച്ചറിയാനായിട്ടുള്ള ഏകമാർഗം ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ അനുകരിച്ച 2 വലിയ വ്യക്തികളാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ സെബസ്ത്യാനോസും. ആദ്യ നൂറ്റാണ്ടുകളിലെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സഭയെ പീഡിപ്പിക്കുകയും സഭയെ ഇല്ലാതാക്കാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. ആദ്യ നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയായിരുന്നുവെങ്കിൽ സെബസ്ത്യാനോസിൻ്റെ സമയത്ത് അത് ഏറ്റിരുന്നത് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് വ്യത്യാസമുണ്ട്, ആളുകൾക്ക് വ്യത്യാസമുണ്ട്, രീതികൾക്ക് വ്യത്യാസമുണ്ട്. പത്രോസിൻ്റെ കാലത്ത് നീറോ ചക്രവർത്തി റോമാ നഗരത്തിലെ 17 പ്രവിശ്യകൾ ഉണ്ട്. ആ 17 പ്രവിശ്യകളിലേക്ക് അദ്ദേഹം തീയിട്ടു. ഈ 17 പ്രവിശ്യകളിൽ 13 പ്രവിശ്യകളും തീ കാർന്നെടുത്തു. ഔദ്യോഗിക കണക്കനുസരിച്ച് അന്ന് 2000 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നീറോ ചക്രവർത്തി പറഞ്ഞു, അത് ക്രിസ്ത്യാനികളാണ് തീയിട്ടത്, അതുകൊണ്ട് മതമർദ്ദനം അവിടെ ഊർജിതമാക്കി. എന്നാൽ അന്നത്തെ ചരിത്രകാരനായ ഹിസ്റ്റോറിയൻ ടാസിറ്റസ് പറയുന്നത് തീയിട്ടത്, റോമാ നഗരത്തിന് തീ കൊളുത്തിയത് നീറോ ചക്രവർത്തി തന്നെയായിരുന്നു, ക്രൈസ്തവർ അല്ലായിരുന്നു. ഈ തീ റോമിനെ വിഴുങ്ങുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച് സന്തോഷിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഉല്ലാസ വേളകളിൽ ക്രൈസ്തവരെ
കച്ചിലുകൊണ്ട് പൊതിഞ്ഞ് അതിൽ എണ്ണയൊഴിച്ച് തീഗോളങ്ങളാക്കി അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. മനുഷ്യർ സ്വന്തം ജീവനു വേണ്ടി തീഗോളങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹപാഠികളും സന്തോഷിച്ചിരുന്നു. ക്രൈസ്തവരെ അപ്രകാരം ദ്രോഹിച്ചിരുന്നു. തെരുവുകളിലൊക്കെ വിളക്കുമരങ്ങളായി അന്ന് പ്രശോഭിച്ചിരുന്നത് ക്രൈസ്തവരാണ്. അവരുടെ വിശ്വാസത്തെ അവരുടെ ജീവൻ നൽകി പ്രോജ്വലിപ്പിച്ചു എന്ന് 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിനെയും ഈ പീഡനത്തിന് ഇരയാക്കുന്ന അവസരത്തിൽ പത്രോസിനെ താക്കീത് ചെയ്യുവാനായിട്ട് നീറോ ചക്രവർത്തി വിളിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഏകവാക്യം ഇതാണ്: ക്രിസ്തുവിനെ ഓർക്കുക, കർത്താവിനെ ഓർക്കുക. നീറോ ചക്രവർത്തിയുടെ മുമ്പിൽ കർത്താവിനെ ഓർക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പത്രോസിനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നുണ്ട്. പത്രോസിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ ഗുരുവായ ക്രിസ്തുവിൻ്റെ മരണരീതി തനിക്ക് യോജിച്ചതല്ലെന്ന് മനസ്സിലാക്കിയ തലകീഴായി മരിക്കാനാണ് പത്രോസ് ആഗ്രഹിച്ചത്. അപ്രകാരം ചെയ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷേ ക്രിസ്തു വേദനിച്ച വേദനയേക്കാൾ കൂടുതലായി പത്രോസ് ആ മരണത്തിലൂടെ വേദനിച്ചിട്ടുണ്ട് എന്നാണ് ബയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്. കാരണം നമ്മൾ നേരെ കുരിശിൽ കിടന്ന് ഇങ്ങനെ മരിക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു വേദനയുണ്ട്. എന്നാൽ തല കീഴായി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കുടലും ആമാശയും ഇതെല്ലാം നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു പ്രതിഭാസമുണ്ട്. പത്രോസ് തിരഞ്ഞെടുത്തത് ആ മരണമാണ്. റിമെമ്പർ ദ ലോർഡ്, കർത്താവിനെ ഓർക്കുക. ജീവിതത്തിൻ്റെ അവസാനം വരെ കർത്താവിനെ ഓർത്ത് കർത്താവിൻ്റെ കൈപിടിച്ചുകൊണ്ട് സഞ്ചരിച്ച പത്രോസ്. അതുപോലെ 3-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെയും ഡയോക്ലിഷ്യൻ ചക്രവർത്തി വധിക്കുമ്പോൾ അദ്ദേഹവും അതിൽ നിന്ന് പിന്മാറുന്നില്ല. തൻ്റെ വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വഴുതി മാറിയില്ല. തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ക്രിസ്തുവാണ്, ദൈവം തന്ന ദാനമാണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. തനിക്ക് ജീവനും മരണവും ക്രിസ്തുവിൻ്റെ ദാനമാണെന്ന് അദ്ദേഹം തൻ്റെ മരണത്തിലൂടെ വെളിപ്പെടുത്തി. ഇന്ന് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ വിശ്വാസത്തെ മാംസം ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ബോബിയച്ചൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിതാണ്: അന്ധനായ ആ ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരൻ തെരുവിൽ ഭിക്ഷയെടുത്ത് നടക്കുകയാണ്. അപ്പോൾ അവിടെ വിളക്കുണ്ടാക്കുന്ന, റാന്തൽ വിളക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പോഴെന്നും രാത്രി നടന്നു പോകുമ്പോൾ ഈ റാന്തൽ വിളക്കുണ്ടാക്കുന്ന മനുഷ്യൻ ഈ ഭിക്ഷക്കാരൻ റോഡിൽ മറിഞ്ഞു വീണ് കിടക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ റാന്തൽ ഉണ്ടാക്കുന്ന മനുഷ്യൻ വിചാരിച്ചു, ഈ ഭിക്ഷക്കാരന് ഒരു റാന്തൽ ഉണ്ടാക്കി കൊടുക്കാം, വിളക്കുണ്ടാക്കി കൊടുക്കാം എന്ന്. അങ്ങനെ ഈ മനുഷ്യൻ ഒരു റാന്തൽ വിളക്കുണ്ടാക്കി ഈ അന്ധനായ ഭിക്ഷക്കാരന് കൊടുത്തു. ഈ ഭിക്ഷക്കാരൻ അപ്പോൾ ദേഷ്യത്തോടുകൂടെ ആ റാന്തൽ വിളക്കുകാരൻ്റെ അടുത്ത് ചോദിച്ചു: കണ്ണ് കാണാൻ വയ്യാത്ത പൊട്ടക്കണ്ണനായ എനിക്ക് നീ എന്നെ കളിയാക്കുകയാണോ ഈ റാന്തൽ വിളക്ക് തന്നുകൊണ്ട്? അപ്പോൾ ഈ റാന്തൽ വിളക്കുകാരൻ പറഞ്ഞു: നീ പൊട്ടക്കണ്ണനാണെങ്കിലും നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്കിൻ്റെ വെട്ടം കണ്ടുകൊണ്ട് മനുഷ്യർ നിന്നെ തട്ടി വീഴാതെ അവർ മാറിപ്പൊക്കൊള്ളും. അപ്പോൾ അന്ധന് ഒരു ബോധമുണ്ടായി. നല്ല ആശയമാണല്ലോ. അദ്ദേഹം ആ റാന്തൽ വിളക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ റാന്തൽ വിളക്കുമായി ഭിക്ഷ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ ഭിക്ഷ ചൊല്ലിക്കൊണ്ട് എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ആരോ വന്ന് ഇദ്ദേഹത്തെ തട്ടി. ഇദ്ദേഹം അവിടെ മറിഞ്ഞു വീണിട്ട് അയാൾ ദേഷ്യത്തോട് ചോദിക്കുകയാണ്: നീ എന്തിനാണ് എന്നെ വന്ന് തട്ടിയത്? എൻ്റെ കയ്യിലെ റാന്തൽ വിളക്ക് നിനക്ക് കാണാൻ വയ്യേ എന്ന്. അപ്പോൾ ആ തട്ടിയ മനുഷ്യൻ പറഞ്ഞു: നിൻ്റെ കയ്യിൽ റാന്തൽ വിളക്കുണ്ടെങ്കിലും അതിന് വെട്ടമില്ല, അതിൻ്റെ പ്രകാശം അറ്റുപോയി. പ്രകാശമില്ലാത്ത റാന്തൽ വിളക്കും കൊണ്ടാണ് നീ സഞ്ചരിച്ചത് എന്ന്. നമുക്കറിയാം, റാന്തലിൻ്റെ എണ്ണ തീർന്നു കഴിഞ്ഞാൽ വിളക്ക് കെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, അവരൻ്റെ വെളിച്ചത്തിൽ, മറ്റുള്ളവരുടെ സുഹൃതങ്ങളിൽ
ഒത്തിരി കാലം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. നിൻ്റെ ഉള്ളിലെ, എൻ്റെ ഉള്ളിലെ ദൈവത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയുടെ സ്നേഹത്തെ മാംസം ധരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ സെബസ്ത്യാനോസ് അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഈ പുണ്യവാളൻ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. നിൻ്റെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നിനക്ക് നൽകിയ ഉൾക്കാഴ്ചകൾ നീ വളർത്തേണ്ടതുണ്ട്. അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാകാം, വിശ്വാസ ജീവിതമാകാം, ഈശോയിലുള്ള പരിപൂർണ ആശ്രയമാകാം. എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഈ ഉൾക്കാഴ്ചകളൊക്കെ നീ പരിപോഷിപ്പിക്കണം. എങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വേദനകളും നിന്നെ കരയിപ്പിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദീപ്തമായ മുറിവിനെക്കുറിച്ച് ഓർക്കുവാനും സഹനത്തെക്കുറിച്ച് ഓർക്കുവാനും പിന്നീട് നിങ്ങളുടേതായിട്ടുള്ള ചെറിയ മുറിവുകളും വേദനകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിതപിക്കാതിരിക്കുവാനുമായിട്ടും സാധിക്കും. നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വിശുദ്ധൻ്റെ സൗഖ്യ സംരക്ഷണം അനിവാര്യമാണ്. ഈ നാടിനും ചുറ്റുപാടിനുമൊക്കെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹവും സമർത്ഥമായുണ്ടാകണമേ എന്ന് ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഇടവകയെയും ഇടവക വൈദികരെയും നമുക്ക് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഒക്കെ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അദ്ദേഹം നമുക്ക് പകർന്നു തന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷികളായി പത്രോസിനെ പോലെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ആർജവത്തോടെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി തിരിച്ചു വരുവാനുള്ള കൃപ തന്ന് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും വിശുദ്ധൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.